നമുക്ക് ബിഗ് ബോസ് വിട്ട് മറിയ ചേച്ചിയിലേക്ക് പോകാം. അതായത് മരിയോ ഫാമിലിയിലെ ജിജി ചേച്ചിയും സുലൈമാൻ കാക്കയും കൂടെ അടിയായി. കാക്ക എടുത്ത് ആറാം പാരി നോക്കി കുത്തി എന്നാണ് കേട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള വാർത്ത. മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫിനെതിരെ കേസ്. ഭാര്യ ജിജിയെ TV ബോക്സിന് തലക്കടിച്ചു, കടിച്ചു, മുടിക്കുത്തു വലിച്ചിഴച്ച്. ക്രിസ്ത്യൻ ധ്യാനങ്ങൾ നടത്തിയിരുന്ന മോട്ടിവേഷൻ ദമ്പതിമാർക്കിടയിൽ ആക്രമണം. മാരിയോ ജോസഫ് TV ബോക്സ് എടുത്ത് ഭാര്യ ജിജി മറിയുടെ തലക്കടിച്ചു, കൈകൾ കടിച്ചു പറിച്ചു, മുടിക്കുത്തിന് പിടിച്ച് വലിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. ചാലക്കുടി പോലീസിൽ ജിജി മാരിയോ നൽകിയ പരാതിയിൽ കേസെടുത്തു. ഞാൻ ഇവരെ പറ്റി പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല ദാമ്പത്യത്തിന് ക്ലാസ് എടുത്തു കൊണ്ടിരുന്ന മികച്ച ദമ്പതികളുടെ അവാർഡ് നേടിയ രണ്ടെണ്ണമാണ്. നമ്മൾ കാണുന്നതല്ല ലൈഫ്. സോഷ്യൽ മീഡിയ കൂടെ പല കോലങ്ങളും കാണിക്കും. ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ഓവറായിട്ട് ഭാര്യ ഭർത്താവ് തമ്മിൽ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇന്നർ അവർ ഭയങ്കര പ്രശ്നമാണ്. അവർ നമ്മളെ കാണിക്കാനാണ്. ഇത് കാണുമ്പോൾ കുറച്ച് പേർക്കൊരു സമാധാനം ഉണ്ടാകും. കാരണം അയ്യോ എന്തൊരു സ്നേഹമാണ്, വീട്ടിലൊരുത്തനുണ്ട്, ഒരു വഹയ്ക്കും കുളത്തിലെടുത്ത് കെട്ടിയിടണം, അവർ തമ്മിൽ എന്തൊരു മനപ്പൊരുത്തമാണ്, എന്തൊരു സ്നേഹമാണ്, ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ എന്താണ്? ഒന്നുമല്ല, രണ്ടും കൂടെ മുട്ടനടിയാ. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങനെ അടിയും ഇടിയും തട്ടും മുട്ടും ഒക്കെ നടക്കും അല്ലേ? അതൊക്കെ ആകാം, പക്ഷെ ഇവർക്ക് പറ്റത്തില്ല. അതെന്താ അവർക്ക് പറ്റാത്ത? എല്ലാവരും ചെയ്യുന്നില്ല, പിന്നെ അവർക്ക് എന്താ പറ്റാത്ത? ഇവർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അല്ലേ. നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നമ്മൾ ആദ്യം പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ പോകരുത്. മരിയോ പലപ്പോഴും പറയുന്ന കാര്യം കേട്ട ചിരിച്ചെൻ്റെ മണ്ണ് കപ്പാറുണ്ട്. എൻ്റെ ശിവനേ, എന്തെല്ലാം വായ്ത്താളങ്ങളാണെന്നറിയാമോ? പിന്നെ ഭയങ്കര സംഭവം. ഇതിനേക്കാൾ ഒരുത്തി, നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ഇടണം. നമ്മളുടെ വയറ് കണ്ടാൽ ആണുങ്ങളുടെ കണ്ണുകളിലാണ് കാമം. അവർ നമ്മളെ കയറി പിടിക്കും, ബലാത്സംഗം ചെയ്യും. അത് അവരുടെ കുറ്റമല്ല, നമ്മളുടെ ഡ്രസ്സിൻ്റെ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ ഗോത്രകാല ജീവിയായിരുന്നു ജിജി. ജിജി എനിക്ക് ഇഷ്ടമില്ലാതെ വന്നത് എപ്പോഴാണെന്നറിയാമോ? പെൺകുട്ടികളെ, അത് പ്രത്യേകിച്ച് ധ്യാനത്തിനൊക്കെ വന്നിരിക്കുന്ന പെൺകുട്ടികളെ ഉപദേശിച്ച് തള്ളുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അടിമകളാണ്, അവർ ഉടമകളാണ്. ഇവൾ പഠിച്ചെന്ന് പറയണ എന്നെ വിവരക്കേടല്ലേ. 2 പെൺകുട്ടികളുടെ അമ്മയാണ്. എന്താ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്താണ് ഈക്വാലിസം? ഭരണഘടനയിൽ തന്നെയുണ്ട്. സമത്വം എന്താണെന്ന് അറിയത്തില്ലേ? ഏത് കുടുംബത്തിലാണ് ഒരുത്തൻ ഹയർ ബാക്കിയുള്ളൊരു നീറേ എന്ന് പറയുന്നത്? എവിടെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ നോക്കൂ. നിങ്ങളുടെ അച്ഛൻ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ അമ്മയുടെ ചുമ്മാ കുത്തിയിരിക്കുകയാണോ? നിങ്ങൾക്ക് വേണ്ടത് വെച്ചുണ്ടാക്കി തരുന്നു, കൃത്യമായി കാര്യഗൗരവത്തോടു കൂടി കുടുംബം നോക്കി നടത്തുന്നു. നിങ്ങളൊരു സെർവൻറ്റിന് അപ്പോയിൻമെൻറ്റ് ചെയ്താൽ എത്ര രൂപ മാസം കൊടുക്കണം? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഒരു സെർവൻറ്റിൻ്റെ പണി അവിടെ എത്രയും കാലം കൊണ്ട് ചെയ്യുന്നുണ്ട്. പോട്ടെ, നിങ്ങളുടെ അച്ഛൻ്റെ കാമാസക്തി തീരാൻ അച്ഛൻ പുറത്തെടുത്ത് പോയാൽ എത്ര രൂപ കൊടുക്കണം? ഞാനൊരു കാൽക്കുലേഷന് പറയണം, അമ്മ അങ്ങനെയാണെന്നല്ല. അവരും ആസ്വദിക്കുന്നുണ്ടാവാം, ശരിയായിരിക്കാം. ലൈംഗിക ബന്ധം പരസ്പര ആസ്വാദനമാണ്. പക്ഷേ നെഞ്ചിൽ കൈവച്ച് എത്ര പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റും ആസ്വാദനമായിരുന്നോ അതോ കീഴടങ്ങലായിരുന്നോ എന്നുള്ളത്? എത്ര പെണ്ണുങ്ങൾക്ക് അത് പറയാൻ പറ്റും? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. സത്യസന്ധതയാണ് വേണ്ടത്. പ്രണയ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. പരസ്പരം മനസ്സിലാക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് സത്യസന്ധമായി അവർ പരസ്പരം പറഞ്ഞ് തന്നെ ആസ്വദിച്ച് ചെയ്യുകയും ചെയ്യും. 2 വ്യക്തിത്വങ്ങൾ പരസ്പരം ചേർന്ന് ഇടപഴകി സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശുദ്ധമായ ജീവിതം. പ്രതീക്ഷകൾ വെക്കാൻ പാടില്ല. നമ്മൾ എപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നോ അവിടെ തീർന്നു എന്നുള്ളതാണ്. ഏത് സെക്കൻഡും എന്തും നമ്മൾ എക്സ്പെക്ട്. ഇപ്പം മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും ഇല്ലേ? പ്രതീക്ഷകളില്ലാത്ത ഒരു ജീവിതമാണ് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ ജിജി മറിയെ കോപ്പി അടിച്ചതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫാക്ട് ഈസ് ഫാക്ട്. നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമ്മൾ ആരുടെ പറയാൻ പോലും. നമ്മുടെ ജീവിതത്തിൽ കൂടെ നടന്ന ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ, ചിലർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കംഫർട്ട് സോൺ ഉണ്ടായാൽ ആയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ പറയുന്നത് ന്യായം. അതിനെ മോട്ടിവേഷൻ എന്ന് പറയും. ഇത് മോട്ടിവേഷൻ അല്ല, പണത്തിന് വേണ്ടിയിട്ട് മാത്രം ഭാര്യയും ഭർത്താവും കൂടെ ജോലി ചെയ്യാൻ മടിച്ചിട്ട് കാണിച്ച പേക്കൂത്തുകളായിരുന്നു ഇത്. അത്രയും എത്ര പേർക്ക് മനസ്സിലായി? എനിക്കിതുവരെ ബിഗിനിങ്ങേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി പറയുന്നത് കേട്ട് പലരും പല രീതിയിലും അങ്ങനെയാണെന്ന് ധരിക്കുന്നുണ്ടായിരുന്നു. വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിരിക്കാം ഈ അടിമത്തം എന്നത് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് തിരിഞ്ഞു മാറിയപ്പോൾ ജിജിക്ക് തന്നെ മനസ്സിലായി പ്രശ്ന. ഇപ്പം എന്ത് നാണക്കേടായി. ഇവരുടെ പ്രഭാഷണം ഇനി നടക്കും തോന്നുന്നുണ്ടോ? 2ൻ്റെയും കഞ്ഞിയൂടി മുട്ടി. അത്രേ എനിക്ക് മനസ്സിലായുള്ളൂ. കന്യാസ്ത്രീയായിട്ട് പോയൊരു സ്ത്രീയാണ് ഇവർ. യേശപ്പാ എന്നെ സഹായിക്കപ്പാ, ആ ഒരു ടോണിൽ തന്നെ എനിക്ക് മനസ്സിലായി. സ്ത്രീ പട്ടം കളഞ്ഞിട്ട് ഈ പെണ്ണുമ്പോൾ എന്തുകൊണ്ട് സുലൈമാൻ്റെ കൂടെ ഇറങ്ങി ഓടിയെന്ന്. ഏകദേശം അത് തന്നെയാണ്. അച്ചടക്കം വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലായിരുന്നു. ഇത്രയും എത്തി 2 പെൺമക്കളുടെ പേരൻസായ നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകണമായിരുന്നു. തമ്മി തല്ലിയതോ പോട്ടെ, ഒരു തേർഡ് പേഴ്സണെ വെച്ചത് കോംപ്രമൈസ് ചെയ്യുന്നതിന് പകരം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെടുത്ത്
എന്തെല്ലാം പ്രോബ്ലംസ് ഇനി വരാതിരിക്കുന്നതെന്ന് അറിയാമോ? നാണക്കേട്, സത്യം പറഞ്ഞാൽ നാണക്കേട്. എനിവേ, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്ക് അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല. ഈ പറയുന്ന സുലൈമാൻ കാക്കയുടെ ഒരു പ്രശ്നം എന്തെന്നറിയാമോ? പേരൻസിനെ തള്ളി പറഞ്ഞവനാ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ താങ്ക്സ് പറയേണ്ടത് ആരുടെ അടുത്താണെന്നറിയാം? മാതാവ്, പിതാവ്, ഗുരു, ദൈവം. ദൈവത്തിന് പോലും 4 സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്ഥാനം മാതാവിനാണ്, പിന്നെ പിതാവിന്, ഇല്ലേ? മാതാപിതാക്കളെ എറ്റി ഉതച്ച് അവരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുടെ പിറകെ തൂങ്ങി ഞാൻ നടന്നവൻ നിന്നെ എത്ര നാൾ കൊണ്ടു കിടക്കുമെന്നാണ് നീ വിചാരിച്ചേ? മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യാത്തവൻ ലോകത്ത് ഒരാളെയും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. സെയിം തിങ്, ഓവറായിട്ട് മാതാപിതാക്കളെ തോളി കയറുന്നവനും നല്ലതല്ല. പക്ഷേ സ്വന്തം മാതാപിതാക്കളെ തള്ളി പറഞ്ഞുകൊണ്ട് ഏതൊരു ബന്ധം നിന്റെ അടുത്തേക്ക് വന്നാലും ഓർത്തുകൊള്ളുക, അത് അധികകാലം നിൽക്കത്തില്ല. മടുക്കുമ്പോൾ തിരിച്ച് ഇതുപോലെ ഈട്ടി കിട്ടും. എന്നാലും അവളെ അടിച്ചു കളഞ്ഞല്ലോ എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വാർത്താ ഏജൻസികളായിരുന്നാലും ഇതിനെ റിപ്പോർട്ട് ചെയ്തവരായിരുന്നാലും എല്ലാവരും മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. മറിയോയ്ക്ക് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, മറിയോയും കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് സുലൈമാൻ കാക്കയ്ക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഇടി, എവള് നല്ല ഇടി അവനെ ഇടിച്ചിട്ടുണ്ട്. ഒരു ബോക്സ് എടുത്ത് സെറ്റാ ബോക്സൊക്കെ എടുത്ത് വെച്ച് അവളെ തലയ്ക്ക് അടിച്ചു കൊടുക്കണമെങ്കിൽ അമ്മാതിരി നാക്കിട്ടടിച്ചും കാണുമല്ലോ. മോശമൊന്നുമല്ല പെണ്ണ്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പണമാണ് പ്രശ്നം. ഇവക്ക് 2 അടിയുടെ കുറവുണ്ട്. ഒന്നാമത് കന്യാസ്ത്രീയാകാൻ പോയവൾ അതും കൊണ്ട് ഉണ്ടായിരിക്കണമായിരുന്നു. പിന്നെ അതെല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാത പിന്തുടരാൻ നടക്കരുതായിരുന്നു. അതൊരു മോശപ്പെട്ട പരിപാടിയല്ലേ? ദൈവവിചാരം ഉള്ളവളാണെങ്കിൽ കന്യാസ്ത്രീ പട്ടത്തിന് പോയവൾ അത് ഉപേക്ഷിച്ച് ഇറങ്ങി വരുമോ? അത്രയും കോമൺ സെൻസ് ഇല്ലാത്ത മന്ദബുദ്ധികളായിട്ടല്ലേ ഇവളെ ദാനം കൂടുന്നെടുത്ത് ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വിളിച്ചത്? പ്രാർത്ഥനയ്ക്ക് വിളിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥന അറിയാവുന്ന, പ്രാർത്ഥനയിൽ ജീവിക്കുന്ന, പ്രാർത്ഥനയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാവണ്ടേ? അവരുടെ കള്ളത്തരം അവിടെ തന്നെ തീർന്നില്ലേ? അവർ കന്യാസ്ത്രീ പട്ടം ഉപേക്ഷിച്ചിട്ട് ദൈവവിചാരമുണ്ടെങ്കിൽ അങ്ങനെ ദൈവത്തിന് നേർന്നു വെച്ചൊരു സ്ത്രീ അത് ഉപേക്ഷിച്ച് ഇറങ്ങി വരും തോന്നുന്നുണ്ടോ? അവിടെ തന്നെ കള്ളിയാ. അത് കളഞ്ഞിട്ട് വന്ന് അവൻ്റെ കൂടെ കിടന്ന് 2 കുട്ടികളെ ഉണ്ടാക്കി. എന്നിട്ട് നിങ്ങളെ ഉപദേശിക്കുകയാണ്. എന്ത് കള്ളത്തരമാണ് ആ പറയണമെന്ന് മനസ്സിലാവുന്നത്? 2 പേർക്കും എന്താണ് തൊഴിൽ? എന്തെങ്കിലും ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുമോ? ബിസിനസ് ഇല്ല. എന്താ ബിസിനസ്? നന്മമരം. നാട്ടുകാരുടെ പണം പിരിച്ചെടുക്കും, അതിൽ ഒരു തുക കൊടുത്ത് ഒരു വീട് വെച്ച് കൊടുക്കും. നന്മയോളികളാ. അതാണോ നല്ലത്? NGOs എപ്പോഴും കള്ളന്മാരായിരിക്കും. ഫിറോസിനെ കണ്ടില്ലേ? കള്ളന്മാരാണ്. 40 നമുക്ക്, 60 അവന്മാർക്ക്. ഇതാണ് കണക്ക്. ആ റേഷ്യോയിൽ അവർ നല്ലപോലെ തട്ടിപ്പ് നടത്തി. കാണുന്നിടത്തൊക്കെ ഓഫീസ്, ആളുകൾ. എന്തിനാണ് ഇത്രയധികം? എന്താണ് ഈ കാട്ടിക്കൂട്ടലുകളുടെ പിന്നിലുള്ളത്? ഒരു സ്പീച്ചിന് പോകുമ്പോൾ 35,000 40,000 രൂപ വാങ്ങിക്കും. എന്താണ് ഇവൻ സ്പീച്ച് നടത്തുന്നത്? എന്താണ്? ഏറ്റവും വൃത്തികെട്ട ടേമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ക്രിസ്ത്യാനിറ്റി ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. അതിനകത്ത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ 2ഇടത്തുമുണ്ട്. മോശവുമുണ്ട്, നല്ലതുമുണ്ട്. അതിൽ ഏറ്റവും നല്ലതാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക പുരോഹിതന്മാർ പോലും. ബാക്കി അല്പം നെഗറ്റീവായിട്ടുള്ളതൊക്കെ അവരങ്ങ് ഹൈഡ് ചെയ്യും. കാരണം അത് മതത്തിനെ തന്നെ മോശപ്പെടുത്തുന്ന രീതിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇക്വാലിസം പരിഗണിക്കപ്പെട്ടത് ഈ ക്രൈസ്തവ ഇതിൽ തന്നെയാണ്. മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. പെണ്ണിനെ അടിമയായിട്ട് കാത്തിരുന്നൊരു ഇതാണ്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ തയ്യാറായത് അവർ തന്നെയാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഒരു സാമൂഹ്യ ജീവിയായി മാറുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടെ നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും. വായനകൾ, പരന്ന വായനകളിൽ കൂടെ ലോകം കൂടുതൽ മനസ്സിലാവും. നമുക്ക് ലോകം കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ കിണറ്റിലെ തവളകളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ലൊരു സാമൂഹ്യ ജീവിയായി മാറുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം അത്രയും ഇമ്പോർട്ടൻസ് ആണെന്നും ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സ്ത്രീക്ക് കൊടുക്കണമെന്നും സ്ത്രീയെ ജോലി ചെയ്യാൻ പുറം ജോലിക്ക് വിടണമെന്നും ഒക്കെ പരിഗണിക്കപ്പെട്ടത് ക്രൈസ്തവ കമ്മ്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുരോഗമനവാദികളാണ്. പഴയ ബൈബിളും പഴയ നിയമമൊക്കെ മാറ്റിവെച്ച് പുതിയ നിയമം മുൻപോട്ട് കൊണ്ടുവന്നപ്പോൾ അവർ കുറേ കൂടെ ഫോർവേഡായി. നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് കാര്യങ്ങളിൽ. നമുക്ക് യൂണിറ്റി വന്നത് തന്നെ അവർ വന്നതുകൊണ്ടാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ പറ്റും. ഞാനൊരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ആണ്. എനിക്കും ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് രീതിയിലുള്ള ജീവിത വഴികളിലേക്ക് നീങ്ങാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചെന്ന് അവിടെയുള്ള സിസ്റ്റേഴ്സ് തന്നെയാണ്, കന്യാസ്ത്രീകൾ തന്നെയാണ്. സ്നേഹത്തോടു കൂടി അമ്മയ്ക്ക് തുല്യമായി കാണാൻ കഴിയുന്നത് അവരെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീ എങ്ങനെ ഇത്രയും വലിയൊരു ചതിച്ചിയായി? സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അത് കൊണ്ട് ഈ സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തിട്ട് ഒരു ഉളുപ്പും ലേശമില്ല ഇതുമില്ലാതെ ഈ കള്ളത്തരങ്ങൾ പുലമ്പിക്കൊണ്ടിരുന്ന ഈ സ്ത്രീക്ക് ഇതല്ല ഇതിനപ്പുറം വരണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം. ഇനി 2ഉം കൂടെ ഇറങ്ങട്ടെ. ഇവർ പറയുന്നത് മുഴുക്ക നുണകളാണ്, ഇവർ പറയുന്ന മുഴുക്ക ഫേക്കാണ്. ഒരു സാധനവുമില്ല. സത്യത്തിൽ ഇവരെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടത്തി ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന പ്രത്യേകതരം ആളുകൾ, അതാരായിരുന്നാലും തന്നെ അവരൊക്കെ പരാജയങ്ങളാണ്. കോമൺ സെൻസ് ഉപയോഗിക്കാൻ അറിയത്തില്ലേ? എന്താണ് പിന്നെ സുലൈമാൻ ആരാണ്? സുലൈമാൻ അല്ല അവൻ
സുലൈമാനല്ല, അവൻ മറ്റൊരു ലൈമാനാണ്. അവനെ ഒന്നും പറയാനില്ല. അവൻ ഇതിനേക്കാൾ വലിയ കള്ളനാണ്. ഇവൻ 2 പെൺമക്കളെ കൂടെ ജീവിക്കാനായിട്ട് തൊഴിലിന് പോകുന്നതിന് പകരം ആ 2 ടീമുകളെ വെച്ച് അവൻ അനുഭവിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അവളെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ, ഏറ്റവും നന്നായി, ഏറ്റവും വൃത്തിയായി നാട്ടുകാരെയും പറ്റിച്ചു, അവളുടെ കുട്ടികളെയും പറ്റിച്ചു, ഈ സഭയെയും പറ്റിച്ച് അന്തസ്സായിട്ട് അവൻ അവൻ്റെ കാര്യം സാധിച്ചു. ഇപ്പോഴെന്താ, ഫിനാൻഷ്യൽ ഇഷ്യൂവിനായിരിക്കും 2 കൂടെ അടി കൂടിയത്. നമ്മൾ കാണുന്നതല്ല സത്യമെന്ന് ഇവരുടെ ലൈഫിൽ കൂടെ നമുക്ക് തെളിവായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് അവരെ എടുത്തു വെച്ച് പറയുന്ന ഒരാളായിരുന്നു. കാരണം പറയുന്നത് മുഴുക്കൻ നെഗറ്റീവാണ്. പക്ഷേ ഇത് പറയുന്ന രീതിയും വേ ഓഫ് ടോക്കും ഒക്കെ കണ്ടാത്തൊന്നും പോസിറ്റീവാണ്. ഇവരെ ഇടയ്ക്ക് സഭ നീക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഖുറാനികപരമായിട്ട് എന്തോ പഠിപ്പിച്ചു എന്നോ അങ്ങനെ എന്തോ. സത്യത്തിൽ അത് ഇസ്ലാമിയർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. അവരിതിനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ മതത്തിൽ നിന്ന് വന്നിട്ട് ആ മതത്തിനെ അവഹേളിക്കുന്ന ഒരു എക്സ് മുസ്ലിം മാത്രമാണ് സുലൈമാൻ. അതുകൊണ്ട് നമ്മൾ അതിനെ കൺസേൺ പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇയാൾ സമൂഹത്തിന് മാത്രമല്ല, ഇയാളുടെ മക്കളെ, ഇപ്പോൾ ഉള്ള ഭാര്യയെ, ജിജിയെ, സർവത്ര പേരെ അയാൾ ചതിക്കുകയാണ് ചെയ്തത്. ആരോഗ്യമുള്ള ഒരുത്തനിക്ക് ചെയ്യാവുന്ന എന്തെല്ലാം തൊഴിലുണ്ട് അതൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? ആൾക്കൂട്ടത്തെ പറ്റിച്ചുകൊണ്ട് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി അതിൽ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്താണ് കളിക്കുന്നതെന്നുള്ള ഓർമ്മ 2 ആൾക്കും വേണ്ടായോ? 2 പേർക്കും അതില്ലാതെ പോയി. ദൈവം കണ്ണ് തുറന്നു, കിട്ടി തലമണ്ടയ്ക്ക് ആറഞ്ചം പുറഞ്ചം, ഇനിയും കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നാട്ടുകാരെ പറ്റിച്ച കാശ് തിന്നുന്ന എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും പരിണിതമായി കിട്ടുക. പിന്നെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹബന്ധവും വിവാഹേതര ബന്ധവും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും ഒക്കെ എടുക്കുന്നവനിക്കുള്ള യോഗ്യത ഇതിൽ കൂടെ തെളിഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമുക്കിത് പറയേണ്ടി വരും. നീ അത്തരം കാര്യങ്ങൾ പറയാതിരുന്നാൽ നമ്മളാരും അതും പറഞ്ഞുകൊണ്ട് വരത്തില്ല. എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളിതുവരെ ഇവൻ്റെ വാക്ക് വിശ്വസിച്ച് അല്ലെങ്കിൽ ഇവളുടെ വാക്ക് വിശ്വസിച്ച് എത്ര കുടുംബങ്ങളിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും? അതിനൊക്കെ ആര് മറുപടി പറയും? അപ്പോൾ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ സമൂഹത്തെ തലതിരിപ്പിച്ച അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തതൊക്കെ തന്നെ കളവാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഗതി. അടിച്ച് പൊട്ടിച്ചിട്ട് 2 കൂടെ പോയി പരാതി കൊടുത്തിരിക്കും. നാണയില്ലല്ലോ. ആ പെൺകുട്ടികൾക്കുണ്ടായ നാണക്കിടന്ന് ആലോചിച്ച് നോക്കിയാണ്. ഏതായാലും എല്ലാം പെട്ടെന്ന് തന്നെ കോംപ്രമൈസായി വീണ്ടും വന്നിരുന്നുകൊണ്ട് ഞളവുള പറയാനും നാട്ടുകാരെ വലിപ്പിക്കാനും മൂഞ്ചിപ്പിക്കാനും കൂടുതൽ വീടുകളൊക്കെ വെച്ച് കൊടുക്കാനും അതിന് കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച് പെമ്മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പല നാൾ കള്ളൻ ഒരു നാൾ പിടിപെടുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ചരിത്രം തെളിയിച്ചു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണ്ട, ഇതിനകത്ത് എനിക്ക് ആരുടെ അഭിപ്രായമൊന്നും കേൾക്കണമെന്നില്ല. താങ്ക് യു സോ മച്ച്.